ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഓൾക്കറിയില്ല സർപ്രൈസ്, പിന്നെ ഓൾക്കറിയില്ലല്ലോ. അവളെ കൂട്ടിയിട്ട് ഞാൻ പോവും പുറത്തേക്ക്. കാരണം ഞങ്ങൾക്ക് സൺഡേ ഔട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഔട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു ചലഞ്ച് വീഡിയോ എടുക്കാനാണ്. ആ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എടുക്കും, അത് ഞാൻ പൈസ കൊടുത്ത് മേടിക്കും എന്നാണ് അവളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതാണ് ചലഞ്ച്. പക്ഷെ അത് അവൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അത് അവൾക്കുള്ളതാണ് നല്ല കാര്യം. കുറേ ദിവസമായിട്ട് ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് കൊടുക്കാനുള്ള കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ കാരണങ്ങളുണ്ട്. കാരണം എനിക്ക് അത്രയ്ക്ക് സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്, ഒരു സർപ്രൈസ് കൊടുക്കുന്നത്. കാരണം ഇതൊന്നും കൊടുത്തു കഴിഞ്ഞാൽ തികയില്ല, അവൾക്ക് അറിയില്ല ഒന്നും. അപ്പം അതാണ് വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ബൈ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ചെയ്യും. ആദ്യമാണ് മുന്നിൽ നടക്കുന്നത്. ബസ് കയറിയിട്ട് ഞങ്ങൾ നേരെ പോയിട്ട് അമ്പങ്ങാട്ട് സ്ട്രീറ്റിലാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാളിൽ പോയിട്ട് അവിടെ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ പോയിട്ട് ഇവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എടുക്കണം. 200 റുപ്പീസിന് അകത്ത്. എന്നിട്ട് അത് ഞാൻ പൈസ കൊടുത്ത് മേടിക്കും. അതാണ് ചലഞ്ച്. യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് എടുക്കത്തുള്ളൂ. പക്ഷെ അത് അവൾക്ക് ഇഷ്ടപ്പെടണം. അത് എൻ്റെ ഇഷ്ടം നോക്കിയിട്ടല്ല, ഓളെ ഇഷ്ടം നോക്കിയിട്ടാണ് എടുക്കേണ്ടത്. അപ്പം നമുക്ക് ഇനി അവിടെ ചെന്നതിന് ശേഷം കാണാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ആ ഷോപ്പിലേക്ക് പോവാം. ഇപ്പം നമ്മളെ ചലഞ്ച് ഇവിടെ തുടങ്ങാൻ പറ്റും. അവൾക്ക് അറിയില്ല അത് അവൾക്കുള്ള സാധനമാണ് അവൾ എടുക്കുന്നത് എന്നുള്ളത്. നമുക്ക് നോക്കാം. ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. അവൾ ചിലപ്പോൾ എന്നെ ചീത്ത പറയും കേട്ടോ. കാരണം അവൾക്ക് അങ്ങനെ അധികം സാധനങ്ങളൊന്നും എടുക്കുന്ന ഇഷ്ടമില്ല, അധികം പൈസ ചിലവാക്കുന്നൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾ. നോക്കാം. സാധനങ്ങൾ സെലക്ട് അവൾക്ക് കൊടുക്കൊണ്ടിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പൂ മേടിക്കാം നമുക്ക്. കുറേ സാധനം നോക്കി ഞങ്ങൾ പിന്നെ സ്ട്രീറ്റിലേക്ക് നടന്നു. അവർക്ക് ഡ്രസ്സും ചെരുപ്പൊക്കെ ചെരുപ്പൊക്കെ എടുത്ത് പിന്നെ അവിടെ നിന്ന് സ്റ്റെക്കായി നമുക്ക് ട്രിപ്പ് ഫുഡൊക്കെ പോയി. ഫുഡാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലായി നമ്മൾ സർപ്രൈസ് കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ കത്രിയിലേക്കല്ല, കത്രിയിൽ കുറച്ച്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണിക്കാം. ഇതൊക്കെ മേടിച്ചിട്ടുള്ളത് ഇനി മേടിക്കാം. ഒരു ഡയറി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പിന്നെ മേടിച്ചത് ഒരു ഐമാസ്ക് ഉണ്ടായിരുന്നു. 2 ഐമാസ്ക് ഉണ്ട്. ഇതൊക്കെ നല്ല യൂസ്ഫുൾ ഓർമ്മ. പിന്നെ മേടിച്ചത് റിബൺ. ഇതാണ് മേടിച്ചത്. വലിയ തിരിഞ്ഞ് പഴയ പോലെ വിളിക്കാൻ മേടിച്ചില്ല. ഇത് അമ്മയ്ക്ക് വെച്ചത് അമ്മയ്ക്ക് വെച്ചതാണ് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ആക്കാം. നല്ലൊരു ഒരു ഈ ഇതിലേക്ക് ആക്കാം. അപ്പോൾ നമ്മൾ ആക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതിലേക്ക് ആക്കാം. സാധനങ്ങളൊക്കെ ഇതിലേക്ക് ആക്കാം. ഇതിൻ്റെ സിലിക്കണ്ട ഇതൊന്നും വെക്കുന്നുണ്ട്. ഐ മാസ്ക് വെക്കുന്നുണ്ട്. ഒരു ഡയറി വെക്കുന്നുണ്ട്. ഇത് എനിക്ക് വെക്കുന്നു. ഇതിനകത്ത് ഇരിക്കത്തില്ല. ഇതാണ് ഞാനാണ് സെലക്ട് ചെയ്തത്. ഇത് കാലിയായിട്ട് ഇതിനൊന്നുമില്ല. ഇത് നമ്മളവിടെ കാണിച്ചാൽ നല്ലൊരു വല്ലാതെ വാടല്ലേ പൂവേ, നീ എൻ്റെ കുഞ്ഞുമലല്ലേ, എന്നാളും നാം ഇനിയൊന്നേ, നീ എൻ്റെ പൂത്തണലല്ലേ, കണ്ണൽ പിടങ്ങി പോകല്ലേ, കാണാതെ വാഴല്ലേ, നമ്മൾക്ക് നാം തന്നെ
ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ ജിനു ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ സർപ്രൈസ് ആയിട്ട് നമ്മൾ എന്നോട് പറഞ്ഞത് അവക്ക് വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാനാണെങ്കിൽ ആകെ ഒരു ബുഷും 2 മാസം മാത്രം അത് കണ്ട് മതി ഇത് മതി എന്നുണ്ട്. അപ്പൊ ഇവളാ ഓരോ സാധനം പോയി എടുത്തത്. ഇത് വേണം ഇത് വേണം. ഇതോ അപ്പൊ സർപ്രൈസ് ആയിട്ടുണ്ട്. അപ്പൊ എന്താ എന്റെ 2 കാര്യങ്ങളാണ് നടന്നത്. ഓൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും എടുത്തു, ഓളന്നെ എടുത്തു. പിന്നെ ചലഞ്ചാന്ന് പറഞ്ഞിട്ട് സർപ്രൈസ്. ഇത് നല്ല ഞാൻ നിനക്ക് തരും. വേണ്ട, ഇത് നിൽക്കാൻ തന്നെ. അപ്പൊ അവിടെ വെക്കണം അല്ലേ? എനിക്ക് ഏതൊക്കെയറിയാം. അപ്പോൾ ഞാനിത് കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ മഞ്ജുവിനും എൻ്റെ ജിനുവിനും ഞാൻ മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മഞ്ജുവിൻ്റെ ബർത്ത്ഡേക്ക് ആണെങ്കിൽ ഞങ്ങൾ 2 പേരും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പറ്റിയില്ല കൊടുക്കാൻ വേണ്ടിയിട്ട്, ഓള് വീട്ടിൽ പോയി. അപ്പം ഇതൊന്നും കൊടുത്തു കഴിഞ്ഞാൽ തികയൂല ഇവൾക്ക്. എന്താ പറയുക, പിന്നെ എനിക്കിപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് ഇവർ രണ്ടായിരത്ത് ഭയങ്കര ഇതാണ്, ക്ലോസാണ്. അപ്പോൾ ഇപ്പോൾ കഴിയാനായല്ലോ. അപ്പോൾ പിന്നെ എന്താ അപ്പോൾ ഇവരോടേക്ക് ഭയങ്കര ഇതാണ്, എന്താ പറയുക, സ്നേഹം. അത് ഇവർക്ക് അറിയാം, ഓർക്കും അതുപോലെ തന്നെ എൻ്റെ അടുത്ത്. അപ്പോൾ പിന്നെ ഇവർക്കിത് ഇതൊന്നും കൊടുത്തു കഴിഞ്ഞാൽ തികയില്ല. എൻ്റെ വീട്ടിലുള്ളവർക്കും അറിയാം, എൻ്റെ ചേച്ചിക്ക് അറിയാം. ഞാനിപ്പോൾ എന്താ അവിടെ നിന്ന് വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ അനു ഉണ്ടായിരുന്നു, എൻ്റെ അനുവും ചേച്ചിയായിരുന്നു ഉണ്ടായത്. അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തേക്ക് വരുന്നല്ലേ. അപ്പോൾ വേറെ സ്ഥലത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ അറിയില്ലല്ലോ ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും എന്നൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് കിട്ടിയത് ഭയങ്കര ഇതായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഇവർ 2 പേരാണ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്, അത് ഇവർക്കറിയാം. അപ്പോൾ നമുക്ക് വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം. എന്താ അറിയണ്ട. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. എനിക്ക് അത്ര സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് കൊടുത്തത്. ഞാൻ കുറേ ആയിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പൈസ പോയി എനിക്കൊരു നഷ്ടമായിട്ട് തോന്നിയില്ല, കാരണം ഇതൊന്നും കൊടുത്തു കഴിഞ്ഞാൽ തികയൂല ഇവർക്ക്. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ കോളേജ് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇവർ 2 പേരും. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളെല്ലാവരും വേറെ വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അറിയില്ല ഞങ്ങൾ ഇനി കാണുക, ഇനിയിപ്പോൾ എപ്പോൾ കാണുന്നതൊന്നും അറിയില്ല. പക്ഷെ ഇവരുള്ള ടൈം ഉണ്ട് കൂടെ. ഇപ്പം എൻ്റെ എല്ലാ സ്വഭാവമാണെങ്കിലും ഇവർക്കറിയാം, എത്ര മോശ സ്വഭാവമാണെങ്കിലും അറിയാം. എനിക്ക് വേസ്റ്റായിട്ട് ഭയങ്കര മോശമായിട്ടുള്ള എൻ്റെ അവസ്ഥയിൽ എൻ്റെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരെ വരും. അപ്പം അത്രയേ ഉള്ളൂ വ്ളോഗ്. കാരണം ഫുള്ള് സീനായിട്ടുണ്ട്.